ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വണ്ടിക്കകത്തൊന്നും വീണിട്ടില്ല. അത്രയും ഹൈ ക്വാളിറ്റിയിലിരിക്കുന്ന ഒരു വണ്ടി. വെറും 10,000 കിലോമീറ്ററാണ് ആകെപ്പാടി വണ്ടി ഓടിയിട്ടുള്ളത്. നമ്മളൊരു 1000 രൂപ വെച്ചൊരു വണ്ടിക്കകത്ത് വില പറഞ്ഞ് സമ്മതിച്ച് എഗ്രിമെൻറ്റ് എഴുതിയതിന് ശേഷം ഒരു 1000 രൂപ ക്യാഷ് ആയിട്ട് നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എംറൈഡേഴ്സിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വീഡിയോ ചെയ്യുവാണ്. ഇന്ന് പിന്നെ വീഡിയോ ചെയ്യേണ്ടായ നമുക്ക് സ്പോർട്സ് സെഗ്മെന്റിലുള്ള വണ്ടികളുണ്ട്, 350 ക്ലാസിക്കുകളുണ്ട്, എല്ലാം സ്പെഷ്യൽ. നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇന്ന് RC മുതൽ ഇങ്ങോട്ടങ്ങ് കാണിക്കാൻ പോവുക. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബന്ധുമിത്രാദികളിലേക്കും കൂട്ടുകാരിലേക്കും എല്ലാം എത്തിച്ചു കൊടുക്കുക. നമുക്കപ്പം വീഡിയോയിലോട്ട് പോകാം. ഇത് വരുമ്പോഴത്തേന് RC 125 2023 മോഡൽ വണ്ടി. ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് 18,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വണ്ടി നമുക്ക് ഒരു 25,000 രൂപ നമ്മൾ അടയ്ക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി നമുക്ക് ലോൺ കിട്ടുന്ന ഒരു വ്യവസ്ഥയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ വണ്ടിയുടെ വില മൊത്തത്തിൽ വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം 1,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 2023 മോഡൽ ഒരു വണ്ടിയാണിത്. ഇത് വരുമ്പോഴത്തേനും ഫുൾ ഇതുവരെയുള്ള ഷോറൂം സർവീസാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത വണ്ടിയുടേത്. ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത് എത്തട്ടെ. അന്നേരം നമുക്ക് പെട്ടെന്ന് അന്നേരം വരുമ്പോഴത്തേനും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അന്നേരം ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം വണ്ടിയുടേത്. അടുത്തത് നമുക്ക് വരുന്നത് R15 V3 2021-22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. വെറും 14,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ഈ വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പിലും ഷോറൂം ഹിസ്റ്ററിയിലും വരുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴും നമുക്ക് ഏകദേശം ഒരു 30 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ്. ഈ വണ്ടി വരുമ്പോഴും ഏകദേശം 1,30,000 രൂപ ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഈ പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി വരുന്ന ഒരു വണ്ടി എങ്ങനെയാണോ അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഈ വണ്ടിക്ക് നമുക്ക് ഈ പറഞ്ഞോട്ട് ഒരു 30,000 രൂപയ്ക്ക് അകത്ത് മതിയാവുമെന്ന് തോന്നുന്നു ഇത് നമുക്ക് ഫിനാൻസ് ചെയ്തിട്ട് കൊടുക്കാൻ. ഈ വണ്ടിയുടെ ക്വാളിറ്റി കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എന്നിട്ട് വരുമ്പോൾ കസ്റ്റമർക്ക് ആ വീഡിയോ കണ്ട ക്വാളിറ്റി തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അടുത്ത വരുന്നത് V4 നമുക്ക് വരുന്ന ബ്ലാക്ക് എഡിഷന് വരുന്ന 2023-24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇതും 12,000 കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട്. ഈ വണ്ടി വരുമ്പോഴും നമുക്ക് ഏകദേശം 1,55,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ. 2023-24 വെറും ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വണ്ടിക്കകത്തൊന്നും വീണിട്ടില്ല. അത്രയും ഹൈ ക്വാളിറ്റിയിലിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ പിന്നെ ഷോറൂമിൻ്റെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇതുവരെയുള്ള ഷോറൂം സർവീസ് കംപ്ലീറ്റ് ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികളാണ്. അടുത്ത വരുന്ന നമുക്ക് ഈ ഡൊമിനാർ 250 ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. 2021 മോഡൽ വണ്ടി. ഈ വണ്ടി വരുമ്പോൾ നമുക്ക് 1,30,000 രൂപയ്ക്ക് വേണ്ട 1,29,000 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് നമ്മൾ കൊടുക്കും. 2021 മോഡൽ വണ്ടി. ഈ വണ്ടി പറഞ്ഞ കൂട്ട് ഒരു 25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ്. എല്ലാ വണ്ടിക്കും 2018 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞുകൊണ്ട് നമുക്കൊരു 1000 രൂപ അടച്ചിട്ടും 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന സ്കൂട്ടറുകൾ നമുക്കുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ 5 രൂപ മുതൽ ഇങ്ങോട്ട് ബൈക്കുകൾ എടുക്കാൻ പറ്റുന്നതുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്പറുണ്ട്. അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്ര രൂപ അടയ്ക്കണമെന്ന് കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് അവർ ഇട്ട് തരും. അടുത്ത വരുന്നത് നമുക്ക് ഡൊമിനാർ 400 2019 മോഡൽ വണ്ടി. ഈ വണ്ടി വരുമ്പോഴും ഏകദേശം ഒരു 25-30 റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇതും ഈ പറഞ്ഞുകൊണ്ട് ഒരു 30 രൂപ സ്പോർട്സ് സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടികൾക്കും നമുക്കൊരു 30-35 രൂപ റേഞ്ചിൽ അടച്ചെങ്കിൽ നമുക്ക് ഈ വണ്ടികളെല്ലാം ഇറങ്ങത്തുള്ളൂ. നമ്മുടെ നോർമൽ വണ്ടികൾ ഇറങ്ങുന്നതുകൊണ്ട് 5 രൂപ 6 രൂപ റേഞ്ചിൽ ഇറങ്ങത്തില്ല. അന്നേരം വണ്ടികൾ നോക്കാനായിട്ട് വേറെ യാതൊരു കാര്യങ്ങളും ഇല്ല. നമ്മളിവിടെ സർവീസ് വാറണ്ടി ഉണ്ട്, എഞ്ചിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ വാറണ്ടി മാത്രമല്ല മാനസികമായ പരിഗണന വെച്ച് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് കൊടുക്കും. ഇവിടെ വന്ന് വണ്ടി എടുക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ തുടങ്ങിയപ്പോഴേ ഈ വരുന്ന വണ്ടികൾ അന്നേരം അപ്ഡേഷൻ ചെയ്യും. അന്നേരം ഈ വീഡിയോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഏതൊക്കെ വണ്ടികളുണ്ട്. അതിനകത്ത് അവർ ആവശ്യപ്പെടുന്ന വണ്ടികളുണ്ടെങ്കിൽ അന്നേരം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് അവർക്ക് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റപ്പാക്കി വണ്ടി ഇറക്കി ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വരുന്ന ജിക്സർ SF മോഡലാണ് 2021 മോഡൽ. ഇത് ഈ പറഞ്ഞ കൂട്ട് ഏകദേശം കിലോമീറ്റർ ഒന്ന് നോക്കിയേക്കാം. ഇപ്പം വന്ന വണ്ടികളാണ്. കിലോമീറ്ററൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബ്ലാക്ക് വണ്ടിയാണ് വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. എഞ്ചിന് വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. ഇതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഫുൾ ഫിനാൻസ് കൊടുക്കാൻ പറ്റും. ഞാനൊരു 80,000 രൂപയ്ക്ക് അകത്താണ് ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വില. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഒരാൾ കയറി ഒരു കമൻറ്റ് ഇട്ടായിരുന്നു ഇന്നലെ. ഇതുപോലെ നടുവിന് എന്തോ പ്രശ്നമുള്ള ഒരാളാണ്, എനിക്കൊരു വണ്ടി തരാൻ പറ്റുമോ, നിങ്ങളെ വെല്ലുവിളിക്കുക, ഇത് ഗതികേട് കൊണ്ടുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ കേസ് പരിഗണിച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ചിട്ട് നമ്മൾ ജെനുവിനാണെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളിനി ഉദ്ദേശിക്കുന്നത് 2 മാസത്തിലൊരിക്കൽ ഇതേപോലെ അവശത അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു വണ്ടി കൊടുക്കാനുള്ള തീരുമാനമുണ്ട്. എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കൂടിയ വണ്ടി ആയിരിക്കത്തില്ല. അന്നേരം നിങ്ങൾ വണ്ടി കൊടുത്തു വരുമ്പോൾ എന്തിനായി കുറഞ്ഞ വണ്ടി കൊടുത്താൽ അതല്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കാനുള്ള ഒരു മനസ്സോടു കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് നമ്മളൊരു 2 മാസത്തിലിരിക്കുമ്പോൾ ഒരു വണ്ടി വെച്ച് കൊടുക്കാൻ അത് അതിൻ്റെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ യൂട്യൂബിനകത്ത് കയറി കമൻറ്റ് ഇടണം. നമ്മളത് അന്വേഷിക്കും. ജെനുവിനാണെന്ന് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സിൽ ഞങ്ങൾ വണ്ടി അവിടെ എത്തിച്ചേരും. നിങ്ങളുടെ പേരിലോട്ട് മാറ്റി നമ്മൾ വണ്ടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത വരുന്നത് ഒരു ജിക്സർ SF ആണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും
നമ്മൾ ഒന്നും കൂടെ പറയുകയാണ് 2022 മോഡൽ വണ്ടി. ഈ വണ്ടി വരുമ്പോഴത്തേന് ലോ കിലോമീറ്ററിൽ വരുന്ന ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 1.10 1.15 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. നമ്മളിപ്പോൾ ഈ സ്പോർട്സ് വണ്ടികളുടെ എല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വണ്ടികൾ വീണ്ടും അതിനകത്ത് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വന്ന വണ്ടികളും ഇതിനകത്ത് ഇരിപ്പുണ്ട്. പുതിയതായിട്ട് വന്ന കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഈ സെഗ്മെൻറ്റ് മാത്രം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വണ്ടികൾ വീണ്ടും കാണിക്കുന്നത്. അടുത്തത് വരുന്നത് MD ആണ്. MD 15 2024 വണ്ടി 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. നമ്മൾ ഷോറൂമിൽ എങ്ങനെയാണോ ഒരു വണ്ടി ഇരിക്കുന്നത് അതേ ഒരു കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫൈനൽ ഒരു 1.70 ആ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. MD ഒക്കെ പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഈ വണ്ടി ഒരു ലാഭകരമായിട്ടുള്ളൊരു കച്ചവടം നമ്മൾ പറയുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് വരുന്നത് ഹണ്ടർ ആണ്. 2022 മോഡൽ വണ്ടി. 2022 തന്നെ ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയായത്. അത് വൈറ്റും ബ്ലൂവും കൂടെ വരുന്ന ഇപ്പം നിർത്തിയ ഒരു കളറായി വണ്ടി. നിർത്തി കഴിഞ്ഞപ്പോഴത്തേന് ഈ കളറിന് ഒരുപാട് എൻക്വയറി ഉണ്ട്. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 1.50 1.48 ആ റേഞ്ചിലൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മളിവിടെ 1.58 ഇട്ടിരിക്കുന്നത്. ഒരു 1.49 1.48 ആ റേഞ്ചിൽ നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് കൊടുക്കാം. ഇത് അതിൻ്റെ തന്നെ 2022 മോഡൽ ബേസ് മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേന് ഒരു 1.38 1.40 നമുക്ക് കൊടുക്കാം. 2022 തന്നെ ഹണ്ടറാണത്. ഈ ഹണ്ടറുകൾ നമ്മൾ കാണിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഓടിക്കാൻ നല്ല യാത്രാസുഖവും കാര്യങ്ങളും വൈബ്രേഷനും ഒന്നും ഇല്ലാത്ത ഒരു മോഡൽ വണ്ടികളായത്. നമുക്ക് ഓടിക്കാൻ നല്ല സുഖമുള്ള ഒരു വണ്ടികൾ. നമ്മൾ കൂടുതൽ നമ്മുടെ വരുന്ന പയ്യന്മാർക്കെല്ലാം നമ്മളിത് സജസ്റ്റ് ചെയ്യിച്ചിട്ട് കൂടുതൽ ഓട്ടമൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വണ്ടികൾ. ഈ പറഞ്ഞോട്ട് പിന്നെ ഈ ഷോറൂമിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ഒരു നല്ല വില വ്യത്യാസത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും വണ്ടി സെക്കൻഡ് എടുക്കുമ്പോഴത്തേന്. പിന്നെ വരുന്നത് നമുക്ക് ക്ലാസിക് 350 2020 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 1.35 ആ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കും ABS-ഉം വരുന്ന ഒരു മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനൊന്നുമില്ല. കൊണ്ടുപോകാൻ ഓടിക്കാന്നുള്ളേ ഉള്ളൂ. ഒരു 20 രൂപ 25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പിന്നെ നമ്മുടെ ഈ MD 15 പോലുള്ള വണ്ടികൾക്കൊക്കെ ഏകദേശം ഒരു 50 രൂപയ്ക്ക് അടുത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ് അടയ്ക്കേണ്ടി വരും. ഇതെല്ലാം വരുമ്പോഴത്തേന് ഈ ബുള്ളറ്റ് സെഗ്മെൻറ്റൊക്കെ വരുമ്പോൾ ഒരു 20-25 റേഞ്ചിനകത്ത് നമുക്ക് അടച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് വരുന്ന 2021 മോഡൽ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ES എന്ന് പറയുന്ന സെൽഫ് സ്റ്റാർട്ട് ABS-ഉം ഡിസ്ക് ബ്രേക്കും വരുന്ന മോഡൽ വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 1.30 ആ റേഞ്ചിനകത്ത് 2021 വണ്ടിയൊക്കെ നമുക്ക് 1.30 1.35 ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പേരിലോട്ട് മാറ്റി ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 25,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് ഫിനാൻസ് ചെയ്ത് നല്ല സുന്ദരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടികളെ. വേറെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും നടത്തില്ല. പിന്നെ വരുന്നത് മെറ്റിയോറിൻ്റെ 350 സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു 2020 2021 രജിസ്ട്രേഷനൊക്കെ ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴത്തേനും ഒരു 1.40 1.45 ആ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 35 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഈസി ആയിട്ട് ഇറക്കി കൊണ്ടുപോകാം. ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോ കാണണം. ഈ പറഞ്ഞുകൊണ്ട് ഈ ഓരോ വണ്ടികൾ കൊടുക്കുന്നതായാലും അതിനകത്ത് ഗിവ് അവേ കൊടുക്കുന്നതായാലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം ഈ പറയുന്ന വിലയൊന്നും അല്ല, നിങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇന്ന് മുതൽ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു 1000 രൂപ വെച്ച് നമ്മൾ സ്പെഷ്യൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുള്ളവർ ഇവിടെ വരുന്നവർ നമ്മളൊരു 1000 രൂപ വെച്ചൊരു വണ്ടിക്ക് അത് വില പറഞ്ഞ് സമ്മതിച്ച് എഗ്രിമെൻറ്റ് എഴുതിയതിന് ശേഷം ഒരു 1000 രൂപ ക്യാഷായിട്ട് നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അന്നേരം നമ്മുടെ ചാനൽ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കും എല്ലാം എത്തിച്ചു കൊടുക്കണം. നമുക്ക് അടുത്ത വരുന്നത് 2020 മോഡൽ. പക്ഷേ ഈ 2020 വണ്ടി എന്ന് പറയുമ്പം ഈ വണ്ടി കാർബേറ്റർ ആക്കിയതാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി കാർബേറ്റർ ആക്കിയത് കൂടാതെ വെറും 10,000 കിലോമീറ്ററാണ് ആകെപ്പാടി വണ്ടി ഓടിയിട്ടുള്ളത്. ABS ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടി. ഇത് വരുമ്പോൾ നമുക്കൊരു 1,35,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലി നമുക്ക് വരുന്ന കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം. ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്കെല്ലാം ഇനി തൊട്ട് 1000 രൂപയുടെ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ നമ്മൾ ക്യാഷായിട്ട് തന്നെ അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അല്ലാതെ തന്നെ ഇതിനകത്ത് നമ്മൾ നെഗോഷ്യബിൾ ആക്കി റേറ്റ് കൊടുക്കും. എന്നിട്ട് ഇത് പോകുന്ന സമയത്ത് അവർക്ക് ഒരു 1000 രൂപ ക്യാഷായിട്ട് നമ്മൾ കൊടുക്കുമെന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഷോറൂം വരുന്ന ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാമായിരിക്കും, നമ്മുടെ വീഡിയോ പണ്ടുതൊട്ട് കാണുന്നവരാണ്. എന്നിരുന്നാലും ഒന്നുകൂടെ പറയാം, നമ്മൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കരുനാഗപ്പള്ളി പുതിയകാവ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡും, അതേസമയം ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കരുനാഗപ്പള്ളി പുതിയകാവ് എത്തുന്നതിന് മുമ്പ് ഒരു 100 മീറ്റർ മുന്നേ റൈറ്റ് സൈഡുമാണ് ഷോറൂം ഉള്ളത്. നമ്മുടെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും എൻക്വയറികളുണ്ടെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആളിനെ ഇരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോസോ കാര്യങ്ങളോ വീഡിയോസോ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് അയച്ചു തരും. എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡിലേ ഉണ്ടെങ്കിൽ, പറയുന്ന കാര്യങ്ങൾക്ക് ഡിലേ ഉണ്ടെങ്കിൽ അത് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാൻ തന്നെ പ്രത്യേക ഒരു ആൾക്കാരെ അതിനുവേണ്ടി ഇരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ അന്നേരം തന്നെ പരിഹരിച്ച് തരും. കാരണം ഒരു 0 കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്നേരം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടെല്ലാം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബായ്.